അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 46. അഗ്നി! ജ്വാല കരഞ്ഞു വിളിച്ചുകൊണ്ട് അവനെ മുറുകെ ചുറ്റി പുണർന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. അഗ്നി കണ്ണുകൾ ഇറുകെ അടച്ചു. പതിയെ തൻ്റെ ഉള്ളിലെ അത്രയും നേരമുണ്ടായിരുന്ന ദേഷ്യം അണഞ്ഞു പോകുന്നത് അവനറിഞ്ഞു. വേണ്ട വേണ്ട അഗ്നി, നിക്ക് വാക്ക് തന്നതല്ലേ, പ്ലീസ് ഒന്നും ചെയ്യല്ലേ. അവൾ അവന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു. അഗ്നി പതിയെ കണ്ണുകൾ തുറന്നു. തന്റെ നെഞ്ചിലേക്ക് എത്താൻ കാലുയർത്തി നിന്ന് മുഖം നെഞ്ചിൽ അമർത്തി നിന്ന് കരയുന്ന പെണ്ണിനെ തന്നെ ഉറ്റുനോക്കിയവൻ. ചുണ്ടൊക്കെ വിതുമ്പുന്നുണ്ട് അവളുടെ. അടുത്ത നിമിഷം അവളുടെ ഇടുപ്പോടെ കൈ ചുറ്റി അവളെയും തിരികെ പുണർന്നുകൊണ്ട് വെരിഞ്ഞു മുറുക്കിയവൻ. അവൾ അപ്പോഴും കരഞ്ഞോണ്ട് നിൽക്കാണ്. കുഞ്ഞാ! അഗ്നി ആർദ്രമായി അവളെ വിളിച്ചു. വേണ്ട വേണ്ട അഗ്നി, അവൾ തേങ്ങി കരഞ്ഞോണ്ട് പറഞ്ഞു. ഇല്ലടാ, ഒന്നുമില്ല അഗ്നി, ഒന്നും ചെയ്യില്ലടാ വാവേ, കുഞ്ഞു കരയല്ലേ. അവളുടെ കണ്ണുനീർ തന്റെ നെഞ്ചിനെ ചുട്ടു പൊള്ളിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു. ഈ കണ്ണു നിറച്ചതിന് വേണ്ടിയല്ലേ അവളോട് ഇങ്ങനെ ചെയ്തേ, എന്നിട്ട് പിന്നെ കുഞ്ഞൻ കരയുന്നല്ലോ. അഗ്നിക്ക് അവളോട് വാത്സല്യം തോന്നി. കുഞ്ഞാ കരയല്ലേന്ന് അവൻ ഒരിക്കൽ കൂടി പറഞ്ഞു. അവള് മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരച്ചു. അഗ്നിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അവൻ ഇടത് കൈയാൽ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ വലത് കൈയാൽ അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ പെണ്ണുമുഖം ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെക്കുകയാണ് ചെയ്തത്. അഗ്നിക്ക് ചിരി വന്നു. അവൻ ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി വിതുമ്പി. എന്തിനാടാ കരയുന്നേ? അവൻ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു. എന്തിനാ ഇങ്ങനെയൊക്കെ? എനിക്ക് വാക്ക് തന്നതല്ലേ ഒരു വഴക്കിന് പോവില്ലാന്ന്. എനിക്ക് പേടിയാ. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അഗ്നിക്ക് അത് കണ്ട് പാവം തോന്നി. എന്റെ കുഞ്ഞൻ കരയല്ലേ, അതവള് എന്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടോണ്ടല്ലേ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയേ. അവൻ അവളുടെ തലമുടിയിൽ തലോടി. ആയിക്കോട്ടെ, അതിന് അഗ്നിക്കെന്താ, എന്റെ ചേച്ചിയല്ലേ. അപ്പോ അഗ്നി എന്തിനാ അതിനിടയിൽ വന്ന്? അതുകൊണ്ടല്ലേ വഴക്കായേ. അവൾ അവനോട് ദേഷ്യത്തോടെയാണ് പറഞ്ഞതെങ്കിലും അപ്പോഴും അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അവള് മൂക്ക് വലിച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ നിന്റെ ഭർത്താവാണടി പൂച്ചക്കുട്ടി. അപ്പോ എന്റെ പെണ്ണിനെ ഒരുത്തി വഴക്ക് പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇടപെടും. അവന്റെ മുഖം വീർത്തുപോയി. അംബിക വെള്ളം നിറച്ച ജഗ്ഗുമായി വന്ന് അത് അരുന്ധതിക്ക് നേരെ നീട്ടി. അരുന്ധതി പെട്ടെന്ന് സുരഭിക്ക് വെള്ളം കൊടുത്തു. ചുമച്ച് കഴുത്ത് തടവിക്കൊണ്ട് സുരഭി അഗ്നിയെയും ജ്വാലയും നോക്കി. രണ്ടാളുടെയും നോട്ടവും സംസാരവും എല്ലാം ആ ഒരു അവസ്ഥയിലും സുരഭിയുടെ നെഞ്ചിൽ നോവ് തീർത്തു. ഒരു കൊച്ചുകുട്ടിയോടെന്ന പോലെ അവളോട് സംസാരിക്കുന്ന അഗ്നിയെ മൂവരും വിശ്വാസം വരാതെ പകപ്പോടെ നോക്കി. അവളോട് സംസാരിക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന കുറുമ്പ്, പരിഭവത്തോടെ വീർപ്പിച്ചു വെച്ച അവന്റെ കവിൾ, എല്ലാത്തിനും മുകളിൽ അവരുടെ ലോകത്ത് അവര് മാത്രമേ ഉള്ളൂ എന്ന് എല്ലാവരും നടുക്കത്തോടെ മനസ്സിലാക്കി. ചുറ്റുമുള്ളതൊന്നും അറിയാതെ അവനും അവന്റെ കുഞ്ഞനും മാത്രം. കുഞ്ഞാന്ന് വിളിക്കുമ്പോൾ അവന്റെ സ്വരത്തിലെ ആർദ്രത സുരഭിയുടെ കണ്ണു നിറച്ചു. തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചവൻ ജ്വാലയെ അത്രമേൽ നേർമയായി കുഞ്ഞാന്ന് വിളിക്കുന്നു. അവന്റെ കണ്ണുകളിലെ അവളോടുള്ള ഭാവം എന്താണെന്ന് ഇപ്പോൾ സുരഭിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രണയം. അവളുടെ ഉള്ളം അലറിക്കൊണ്ട് പറഞ്ഞു. അതെ, അഗ്നിദേവ് ജ്വാലയെ പ്രണയിക്കുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന്? ഓർക്കുന്തോറും സുരഭിക്ക് പൊട്ടിക്കരയാൻ തോന്നി. ഇനി ഒരിക്കൽ കൂടി അവന്റെ മുന്നിൽ നിന്നും ശബ്ദമുയർത്താൻ അവൾക്ക് ധൈര്യം തോന്നിയില്ല. അവളുടെ കൈകൾ അവളുടെ കഴുത്തിനെ തഴുകി. അവൻ നൽകിയ വേദനയിലും അവന്റെ കൈകളുടെ ചൂട് തന്നിൽ പടർന്നതോർക്കവേ അവളുടെ മുഖം ഒന്നു ചുവന്നു. എന്നാൽ അടുത്ത നിമിഷം അവന്റെ പൂച്ച കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന തന്നോടുള്ള അടങ്ങാത്ത ദേഷ്യം, ആ ചുവന്ന കണ്ണുകളിൽ തന്നെ കൊല്ലാൻ പാകത്തിനുണ്ടായിരുന്ന അഗ്നി, അതെല്ലാം വീണ്ടും വീണ്ടും ഓർക്കവേ സുരഭിയുടെ ശരീരം വിയർത്തുപോയി. ഒരാശ്രയത്തിനായി അവൾ അരുന്ധതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പക്ഷേ അവരുടെ അംബികയുടെ നോട്ടം അപ്പോഴും അഗ്നിയിലും ജ്വാലയിലും മാത്രമായിരുന്നു. അത്ഭുതത്തോടെ മുഖം വീർപ്പിച്ചു നിൽക്കുന്ന അഗ്നിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജ്വാല. നീ എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട, എന്നാലും നീ എന്നെ കടിച്ചില്ലേ. അവൻ അവന്റെ കൈ തടവിക്കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. ജ്വാലയുടെ മുഖം മങ്ങിപ്പോയി. അവൻ സുരഭിയുടെ കഴുത്തിൽ നിന്നും കൈയെടുക്കാത്തത് കണ്ടപ്പോൾ പെട്ടെന്ന് ചെയ്തു പോയതായിരുന്നു ജ്വാല. അങ്ങനെ അവൾക്ക് സങ്കടം തോന്നി. എവിടെ നോക്കട്ടെ, നൊന്തോ? അവൾ ആകുലതയോടെ അവന്റെ കൈ വലിച്ചെടുത്തു. വേണ്ട, പോവണ്ണെ, മനുഷ്യനെ കടിച്ചു പറിച്ചിട്ട് അവൾ ചോദിക്കുന്ന നോക്ക്, നൊന്തോന്ന്. ഇല്ല, നൊന്തില്ല. എന്തേ? അവൻ അവളിൽ നിന്ന് കൈയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് വീർത്ത മുഖത്തോടെ പറഞ്ഞു. ജ്വാല അവനെ കണ്ണുരുട്ടി നോക്കി കയ്യിൽ പതിയെ തടവി. കയ്യിൽ മൊത്തം രോമാണ് അവന്. അവൾ പതിയെ ആ രോമങ്ങൾക്കിടയിലൂടെ വിരലോടിച്ചു. അവളുടെ പല്ലിന്റെ അടയാളം ചുവന്ന വട്ടത്തിൽ അവന്റെ കയ്യിൽ പതിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. സോറി, അവൾ ഇടർച്ചയോട് പറഞ്ഞു. അവൻ അവളെ പ്രണയത്തോടെ നോക്കി. സോറി ഒന്നും വേണ്ട, നീ യക്ഷിയാന്ന് മറന്നുപോയതിനുള്ള ശിക്ഷ കിട്ടിയത് എനിക്ക്. അവളുടെ സങ്കടം മാറ്റാനായി അവൻ കുസൃതിയോടെ പറഞ്ഞു.
അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അപ്പൊ വീട്ടിൽ നിന്ന് എന്റെ കഴുത്തിൽ രാവിലെ അഗ്നി കടിച്ചില്ലേ, അതോ ആ കണക്കിൽ പെടുത്തിക്കോ ഇത്? അവള് ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു. അഗ്നിക്ക് ചിരി വന്നു. ഓ ശരി തമ്പുരാട്ടി, ഞാൻ ആ കണക്കിൽ പെടുത്തിക്കോളാം. എന്നാലും ഞാൻ നിന്നെ ഇത്ര ഉറക്കൊന്നും കടിച്ചിട്ടില്ല. അവൻ വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേൾക്കാത്തോണ്ടല്ലേ? അവള് വിഷമത്തോടെ ചോദിച്ചുകൊണ്ട് അറിയാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. അഗ്നി ഞെട്ടിപ്പോയി. അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ അവളെ അവനോട് ചേർത്തു പിടിച്ച് നിലത്ത് തങ്ങളെ മാത്രം ഉറ്റുനോക്കി ഇരിക്കുന്നവളെ ഒന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന സുരഭി ഒന്ന് വിറച്ചുപോയി. എങ്കിലും രാവിലെ അവൻ അവളെ കടിച്ചു എന്നത് വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു. അവൾ അരുന്ധതിയെ നോക്കി അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു. അരുന്ധതിയും നിലത്തു നിന്നും എഴുന്നേറ്റു. അഗ്നി ഒരു കൈയാൽ ജ്വാലയെ ചേർത്ത് പിടിച്ച് അവരുടെ മുന്നിലായി വന്നു നിന്നു. അപ്പോഴാണ് ഇത്രയും നേരം അവർ സംസാരിച്ചത് മുഴുവൻ എല്ലാവർക്കും മുന്നിൽ നിന്നുമാണ് എന്ന് പോലും ജ്വാല ഓർക്കുന്നത്. അവളൊരു വെപ്രാളത്തോടെ അഗ്നിയിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാൽ അഗ്നി അവളെ അതിനനുവദിക്കാതെ അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി. ജ്വാല വിറച്ചുകൊണ്ട് തലതാഴ്ത്തി അവനിലേക്ക് ഒട്ടി നിന്നു. അഗ്നി സുരഭിയെ ഉറ്റുനോക്കി. അവന്റെ നോട്ടം കണ്ട് അവൾക്ക് ഭയം തോന്നി. സുരഭി, നീ ഇന്നോളം എൻ്റെ കൊച്ചിനോട് എങ്ങനെ സംസാരിച്ചോ അത് ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നീ നിന്റെ സ്വഭാവം എൻ്റെ പെണ്ണിന് നേരെ എടുത്താ ചോദിക്കാനും പറയാനും ഇപ്പോൾ അവൾക്ക് തുണയായി ആണൊരുത്തരുണ്ടെന്ന് നീ മറക്കരുത്. അവൻ താക്കീതോടെ അവളോട് പറഞ്ഞു. സുരഭി അറിയാതെ തലയാട്ടിപ്പോയി. ജ്വാല തലയുയർത്തി അഗ്നിയെ നോക്കി. നിക്ക് വേണ്ടിയാണോ ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത്? നിക്ക് വേണ്ടിയായിരുന്നോ ഈ വഴക്ക്? അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. പക്ഷേ അഗ്നിയുടെ നോട്ടം മുഴുവൻ തന്നെ പേടിയോടെ നോക്കുന്ന സുരഭിയിലായിരുന്നു. എൻ്റെ ഭാര്യ അവൾക്ക് തോന്നുന്നത് പോലെ എന്നെ വിളിക്കും. ഒരാളോടുള്ള ഇഷ്ടവും ബഹുമാനവും നീ പറഞ്ഞതുപോലെ ഏട്ടാന്നോ ചേച്ചിന്നോ വിളിച്ചാലേ ഉണ്ടാവൂന്ന് ഞാൻ കരുതുന്നില്ല. നിനക്കും വേണമെങ്കിൽ എന്നെ പേര് വിളിക്കാം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നെ അഗ്നിയേട്ടാന്ന് വിളിക്കാൻ. പക്ഷേ നീ വിളിച്ചു. അതുപോലെ എൻ്റെ കുഞ്ഞനിപ്പോ എന്നെ അഗ്നിന്ന് വിളിക്കാനാ തോന്നുന്നേ. അതവള് വിളിച്ചു. നാളെയും അവളെന്നെ അത് തന്നെ വിളിക്കൂന്നും എനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു വന്നത് എൻ്റെ ഭാര്യ എന്നെ എന്ത് വിളിക്കുന്നോ അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പ്രശ്നമില്ല എന്ന് മാത്രമല്ല, അവൾ എന്നെ എന്ത് വിളിച്ചാലും അതെനിക്ക് സന്തോഷാ. കാരണം ഇവൾ എൻ്റെയാ, എൻ്റെ മാത്രം. എന്നെ എന്ത് വിളിക്കാനും ഇവൾക്ക് അവകാശമുണ്ട്. അതിൽ വല്ലവളുടെ അഭിപ്രായം എൻ്റെ പെണ്ണിന് വേണ്ട. മനസ്സിലായോടി? അവൻ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ ആയി എന്ന് തലയനക്കി പേടിയോടെ. നിനക്ക് നാവില്ലേ? വാ തുറന്ന് ഉത്തരം പറ. അഗ്നി മുരണ്ടു. മനസ്സിലായി. അവൾ വിറച്ച് വിറച്ച് മറുപടി പറഞ്ഞു. മനസ്സിലാക്കിയ നിനക്ക് നന്നു. അല്ല വല്യമ്മ അമ്മായി എന്താ ഇവിടെ വായും തുറന്ന് നോക്കി നിൽക്കുന്നേ? ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്കുള്ളതെല്ലാം തയ്യാറായോ? അവൻ ഗൗരവത്തോടെ അംബികയോടും അരുന്ധതിയോടും ചോദിച്ചു. ഇരുവരും അവനെ പേടിയോടെ നോക്കി ഉമിനീരിറക്കി. ഇപ്പൊ റെഡിയാവും അഗ്നി. അത്രയും പറഞ്ഞുകൊണ്ട് അംബിക പെട്ടെന്ന് അകത്തേക്ക് പാഞ്ഞു. അത് കണ്ട് സുരഭിയുടെ കയ്യിലേക്ക് ജഗ്ഗും കൊടുത്ത് അരുന്ധതിയും അവരുടെ പുറകെ പോയി. അല്ലെങ്കിൽ അടുത്തത് കിട്ടാൻ പോകുന്നത് തങ്ങൾക്കാണെന്ന കാര്യത്തിൽ ഇരുവർക്കും സംശയമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ സമയം സുരഭിയുടെ നോട്ടം ജ്വാലയുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടിലായിരുന്നു. അതിലേക്ക് നോക്കുന്തോറും അവൾക്ക് വീണ്ടും ജ്വാലയോടുള്ള ദേഷ്യം കൂടി. അവർ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയെന്ന് പോലും അവൾ ആകുലതയോടെ ചിന്തിച്ചു. അവളുടെ നോട്ടം എങ്ങോട്ടാണെന്ന് അഗ്നി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അവൻ സുരഭിയെ തറപ്പിച്ചൊന്ന് നോക്കി. ജ്വാലയുടെ മുടി മുന്നിലേക്ക് പിടിച്ചിട്ട് അവളുടെ കഴുത്തിലെ പാടിനെ മറച്ചു പിടിച്ചു. അവരെ രണ്ടാളെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സുരഭി അകത്തേക്ക് കയറിപ്പോയി. അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ജ്വാലയെ നോക്കി. അതേ, എന്നെ ഇവിടെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ നിൽക്കാനാണോ ഭാവം? തന്നെ ഇമച്ചുമാതെ നോക്കി നിൽക്കുന്ന ജ്വാലയോട് അഗ്നി കുറുമ്പോടെ ചോദിച്ചു. കാണിച്ചു തരുമല്ലോ. ഒന്ന് പതറിയെങ്കിലും ജ്വാല മറുപടി കൊടുത്തു. അഗ്നി ഒരു പുരികമുയർത്തി എന്തോ ആലോചിക്കുവാണ്. ചുണ്ടിലൊരു കള്ളച്ചിരിയുണ്ട്. ജ്വാല അവനെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും അഗ്നി പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ പിടിച്ചൊന്ന് വലിച്ചു. അവൾ നിന്ന് തുള്ളിപ്പോയി. അഗ്നി പെട്ടെന്ന് ചിരിയോടെ താഴ്ന്നു വന്ന് അവളുടെ കവിളിൽ ഉറക്കെ കടിച്ച് മുന്നോട്ടോടി. ദുഷ്ട, കടിച്ചൂലേ? ശരിയാക്കി തരാ ഞാൻ. അവള് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവന് പുറകെ ഓടി. എന്നെ കടിച്ചതിന് തന്നതാടി, അഗ്നി ചിരിയോടെ വിളിച്ച് പറയുന്നുണ്ട്. ജ്വാല അവനെ പിടിക്കാനായി പുറകെ ഓടുന്നത് കണ്ട് അവള് വീണാലോ എന്ന ഭയത്താൽ അഗ്നി പെട്ടെന്ന് അവിടെ തന്നെ നിന്നു. ജ്വാല അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവന്റെ കാലിലായി കയറി നിന്നു. അഗ്നി ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചവൻ. അവള് പെട്ടെന്ന് കാലിൽ കുത്തിയുയർന്ന് അവന്റെ കവിളിൽ അമർത്തി കടിച്ചു. കുഞ്ഞ! അവൻ എരിവ് വലിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. ജ്വാല അവന്റെ കവിളിൽ നിന്ന് പല്ലകത്തി അവന്റെ മുഖത്തേക്ക് പതിയെ ഊതി. അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി. എന്നെ കടിച്ചില്ലേ? പിച്ചിയില്ലേ? അതുകൊണ്ടാ ഞാനും കടിച്ചേ. അവള് കവിള് വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ചുണ്ടിൽ ചിരിമിന്നി. പക്ഷേ ഞാൻ ഇത്രയും നോവിച്ചില്ല കേട്ടോ.
അവൻ അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. സാരല്ല, കണക്കായിപ്പോയി. നിന്റെ കഴുത്തിലും കടിച്ചില്ലേ, അതിനും കൂടിയുള്ള ശിക്ഷയാ. അവൾ ചുണ്ടു കൂർപ്പിച്ചു. അവൻ പെട്ടെന്ന് ആ കൂർത്ത ചുണ്ടിൽ ഒരു ഉമ്മ കൊടുത്തു. ജ്വാല കണ്ണു മിഴിച്ചുകൊണ്ട് അവനെ നോക്കി. എന്റെ പൂച്ചക്കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അവന്റെ സ്വരം പെട്ടെന്ന് ആർദ്രമായി പോയി. അവളുടെ ചുടികൾ ഒന്ന് വിടർന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വീണ്ടും അവളിലേക്ക് മുഖമടുപ്പിച്ചു. അയ്യോ! പെട്ടെന്ന് മുന്നിൽ നിന്നൊരു ശബ്ദം. ഞെട്ടലോടെ ജ്വാലയും അഗ്നിയും ശബ്ദം കെട്ടിടത്തേക്ക് നോക്കി. അവിടെ കണ്ണിപ്പോൾ പുറത്തു ചാടും എന്ന പോലെ നിൽക്കുകയാണ് പൊന്നു. ജ്വാല വെപ്രാളത്തോടെ അഗ്നിയുടെ കൈ വിടിവിപ്പിച്ച് അവന്റെ കാലിൽ നിന്നും ഇറങ്ങി നിന്നു. അഗ്നി അവളെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് കവിളിലായി പറ്റിയിരിക്കുന്ന അവളുടെ ഉമിനീരിനെ തുടച്ചു നീക്കി. ജ്വാലയ്ക്ക് പൊന്നുവിനെ നോക്കാൻ ചമ്മല് തോന്നി. അവൾ പൊന്നുവിനെ പാളി നോക്കി. അവൾ അപ്പോഴും അവിടെ കണ്ണുമിഴിച്ച് വായും തുറന്ന് നിൽക്കുകയാണ്. അഗ്നിക്ക് പൊന്നുവിന്റെ നിൽപ്പ് കണ്ട് ചിരി വന്നു. അവൻ അവളുടെ മുന്നിൽ പോയി നിന്ന് അവളുടെ തലയിലായി ഒന്ന് കൊട്ടി. ആ ഉമ്മ ഉമ്മ വെച്ചു. ഇല്ല, വെച്ചില്ല, വെച്ചേന്. അവൾ എന്തൊക്കെയോ പിറുപിറുത്തോണ്ട് പറഞ്ഞു. ജ്വാല അഗ്നിയെ തറപ്പിച്ചൊന്ന് നോക്കി പൊന്നുവിന്റെ കയ്യിലായി പിടിച്ചു. പൊന്നു, അവൾ വല്ലായ്മയോടെ വിളിച്ചു. ഉമ്മ വെച്ചടി. അവൾ അപ്പോഴും കിളിപോയി നിന്നുകൊണ്ട് പറയാണ്. അഗ്നിക്ക് ഇത്തവണ ശരിക്കും ചിരി വന്നു പോയി. അവന്റെ ചിരിക്കുന്ന ശബ്ദം കേട്ടതും പൊന്നൂന്ന് ഞെട്ടി. അപ്പോഴാണ് കുട്ടിയുടെ പോയ കിളികളെല്ലാം തിരികെ വന്നത്. മുന്നിൽ തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന അഗ്നിയെ കണ്ട് പൊന്നൂന്റെ കണ്ണുകൾ വിടർന്നു പോയി. അവൾ അത്ഭുതത്തോടെ അവന്റെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി. തുടരും.